വ്യാസ വിരചിതമായ മഹാഭാരതം സംസ്കൃത ഭാഷയിൽ എഴുതപ്പെട്ട ആ ഇതിഹാസത്തെ മലയാളത്തിൽ നമുക്ക് സുപരിചിതമാക്കി തന്നത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. മഹാഭാരതം 18 പർവ്വങ്ങൾ അല്ലെങ്കിൽ 18 ഭാഗങ്ങളാണ്, 18 സംഭവങ്ങളുടെ പരമ്പരകളാണ് അതിൽ പ്രതിപാദിക്കുന്നത്. 18 മഹാഭാരതത്തിൽ അമിത പ്രാധാന്യമുണ്ട്. 18 ദിവസമാണ് പാണ്ഡവ കൗരവർ തമ്മിൽ ഏറ്റുമുട്ടിയ മഹാഭാരത യുദ്ധം നടക്കുന്നത്. 18 അക്ഷൗഹിണികൾ, സേനാവ്യൂഹങ്ങളാണ് അതിൽ പങ്കെടുത്തത്. 18 മഹാഭാരത യുദ്ധം 18 ദിവസം നടന്ന ശേഷം 18 അതായത് 36 വർഷം കഴിഞ്ഞപ്പോഴാണ് അതിലെ പ്രധാന വ്യക്തിയായ ശ്രീകൃഷ്ണൻ സ്വർഗാരോഹണം ചെയ്യുന്നത്. അങ്ങനെ എന്തുകൊണ്ടും 18 പ്രാധാന്യമുള്ള ഒരു ഇതിഹാസമാണ് മഹാഭാരതം. അതുകൊണ്ട് ആദ്യം മഹാഭാരതത്തിൻ്റെ പേര് ജയ എന്നായിരുന്നു. ജ എന്നാൽ ഒന്നെന്നും യ എന്നാൽ 8 എന്നും അർത്ഥം വരുന്ന ജയ എന്ന പേരായിരുന്നു ആദ്യം അതിലുണ്ടായിരുന്നത്. പിന്നീടാണ് അത് മാറ്റപ്പെട്ടത്. വേദവ്യാസൻ, അതായത് കൃഷ്ണദ്വൈപായനൻ, ബാധരായണൻ എന്നൊക്കെ അറിയപ്പെടുന്ന മഹാഭാരതത്തിലെ ഒരു കഥാപാത്രം കൂടിയായ വ്യാസനാണ് സംസ്കൃത ഭാഷയിൽ അത് എഴുതിയിരിക്കുന്നത്. അതിനെ കിളിപ്പാട്ട് രൂപത്തിൽ എഴുത്തച്ഛൻ പരിഭാഷപ്പെടുത്തിയിരിക്കുകയാണ്. കിളിയെക്കൊണ്ട് കഥ പറയിക്കുന്ന രീതിയിൽ. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് കൂടിയാണ് എഴുത്തച്ഛൻ. ഭക്തിപ്രസ്ഥാനത്തിൻ്റെ മുഖ്യ പ്രയോക്താവാണ് എഴുത്തച്ഛൻ. കൂടാതെ കിളിയെക്കൊണ്ട് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് കൂടിയാണ് അദ്ദേഹം. മലയാള ഭാഷയുടെ പിതാവാണ് എഴുത്തച്ഛൻ. അദ്ദേഹത്തിൻ്റെ മഹാഭാരതം കിളിപ്പാട്ടിലെ ദ്രോണ പർവ്വത്തിലുള്ള ഒരു ഭാഗമാണ് 10ാം ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി വച്ചിരിക്കുന്നത്. കഥകളതി മോഹനം എന്നുള്ള പാഠഭാഗം. ഏതൊരു പർവ്വത്തിലും കിളിയെ വർണ്ണിച്ചുകൊണ്ടാണ് ആ ഭാഗം ആരംഭിക്കുന്നത്. അതിപ്പോൾ രാമായണ പരിഭാഷയിലാണെങ്കിലും ഉണ്ട്. രാമായണത്തിലെ 7 കാണ്ഡങ്ങളിലും അങ്ങനെ തന്നെയാണ്. ആ രീതിയിലാണ് ഒരു പരിഭാഷ നിർവഹിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യ 2 ഭാഗങ്ങളാണ്. കഥകളതി മോഹനം എന്ന പാഠഭാഗത്തിൽ 2 ചെറിയ ഭാഗങ്ങൾ. ഒന്നാമത് കിളിയെ വർണ്ണിക്കുന്ന ഭാഗം, രണ്ടാമത് യുദ്ധത്തിൽ ദുര്യോധനൻ വീണപ്പോൾ ദുര്യോധനൻ അടുത്ത സേനാപതിയായിട്ട്, കൗരവ ജ്യേഷ്ഠനായ ദുര്യോധനൻ വീണപ്പോൾ അടുത്ത സേനാപതിയായിട്ട് തങ്ങളുടെ പക്ഷത്തുള്ള ശ്രേഷ്ഠനായ ഉത്തമനായ കർണനോട് ആകാൻ പറഞ്ഞു. അപ്പോൾ കർണൻ അപ്പോൾ മറുപടി പറഞ്ഞു, പാണ്ഡവരുടെയും കൗരവരുടെയും ഗുരുനാഥൻ കൂടിയായ ദ്രോണാചാര്യർ ഇപ്പോൾ ദ്രോണപക്ഷത്തിന്, അതായത് നമ്മുടെ ദുര്യോധന പക്ഷത്തിനുണ്ട്. അങ്ങനെയുള്ള അദ്ദേഹമാണ് ഇനി സേനാപതിയാകാൻ യോഗ്യൻ എന്ന് പറയുന്ന ഭാഗമാണ്. ആ 2 ചെറിയ ഭാഗങ്ങളാണ് 10ൽ പഠിക്കാൻ വച്ചിരിക്കുന്നത്. പുതിയ തലമുറയ്ക്ക് വിപുലമായി പറഞ്ഞു പോകണ ഇഷ്ടമല്ല, വളരെ ലിമിറ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ഒതുക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ആ ഒരു രീതിയിലേക്ക് പോവുകയാണ്. കഥയുടെ പൂർണ്ണമായ രൂപങ്ങൾ, മഹാഭാരത കഥയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിപാദനത്തെക്കാൾ അവർ ഇഷ്ടപ്പെടുന്നത്. അല്ല, ഏറ്റവും രത്നച്ചുരുക്കമായിട്ട് എന്ത് പറയാൻ പറ്റൂ എന്നാണ് അവർ ചിന്തിക്കുന്നത്. ആ ഒരു രീതി അവലംബിച്ചുകൊണ്ട് അത് ആ 2 ഭാഗങ്ങളുടെ ആശയങ്ങളാണ് പറയാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നത്. കാവ്യഭാഗം ഇപ്രകാരമാണ്. പഞ്ചവർണ്ണക്കിളിപ്പെൺകിടാവേ തെളിഞ്ഞ് എൻ ചെവി 2 കുളിർക്കപ്പറക നീ, നെഞ്ചം തെളിഞ്ഞു കുറുക്കി കൊഴുത്ത പാൽ പഞ്ചതാരപ്പൊടി കൂട്ടിക്കുഴമ്പാക്കി നല്ല കദളിപ്പഴങ്ങൾ തിരഞ്ഞു ഞാൻ മെല്ലത്തിരുമിയുടച്ചു തേനും വീഴ്ത്തി, വെള്ളവും ശർക്കരയും പൊടിച്ചിട്ടതിൽ വെള്ളിത്തളികയിൽ മേളിച്ചു
വെവ്വേറെ വെച്ചിരിക്കുന്നതെടുത്തു ഭുജിച്ചാലും ഇച്ഛയാകുന്നത് ദാഹമുണ്ടെങ്കിലോ നീലക്കരിമ്പിൻ്റെ ചാറും ഇളനീരും പാലും മധുവും കുടിച്ചാലും ആവോളം. തത്തെ കുറിക്കുന്ന ഭാഗം. ഭീഷ്മസമാനൻ അരിനിവഹത്തിനു ഭീഷ്മർ ശരശയനത്തിന്മേൽ വീണാനേ തോറ്റ സുയോധനാദികളാകിയ 100 പേർ ഒന്നൊന്നു ചെയ്തതു ചൊല്ലു നീ. ചൊല്ലുവാൻ ആവതില്ല എങ്കിലും ഒട്ടൊട്ടു ചൊല്ലുന്നതുണ്ടു കനക്കച്ചുരുക്കി ഞാൻ. വൻപനാം കർണനോട് ആശു സുയോധനൻ അൻപോടു സേനാപതിയാക നീയെന്നാൽ കർണനും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ. കർണസുഖം ഞാൻ പറകയില്ലാരോടും ദ്രോണരാം ആചാര്യൻ താനിരിക്കെ എന്തു മാനിച്ചു മറ്റുള്ളോർ നിർത്തിന്നിതു പട. മന്നവാ കേൾക്ക ഭരദ്വാജ നന്ദനൻ എന്നുള്ള യോദ്ധാക്കളിൽ പ്രബലാധിപൻ. പിന്നെ ഞാൻ പക്ഷെ ഭരിക്കുന്നതുണ്ട് മന്നവ സങ്കടം ഉണ്ടാകയില്ലേതും. മാനിയായുള്ള സുയോധനൻ ദ്രോണരെ സേനാപതിയായി അഭിഷേകവും ചെയ്താൻ. ഇത്രയും കാവ്യഭാഗമാണ് പത്തിൽ പഠിക്കാൻ വേണ്ടി വച്ചിരിക്കുന്നത്. ആദ്യം ആ പക്ഷിയെ വർണ്ണിക്കുന്ന ഭാഗം. പഞ്ചവർണ്ണക്കിളി പെൺകിടാവേ വർണ്ണിക്കുന്ന ഭാഗം. പഞ്ചവർണ്ണക്കിളി പെൺകിടാവേ എന്നാണ് ആ സരസ്വതീ ദേവിയുടെ കയ്യിലിരിക്കുന്ന വാണി മാതാവിൻ്റെ കയ്യിലിരിക്കുന്ന തത്തയെ വിശേഷിപ്പിക്കുന്നത്. തെളിഞ്ഞ് എൻ ചെവി രണ്ടും കുളിർക്കപ്പറക നീ. ഇവ എഴുത്തച്ഛനാൽ എഴുതപ്പെട്ടത് തന്നെയാണ്, പരിഭാഷയല്ല. എൻ ചെവി രണ്ടും കുളിർക്കപ്പറക നീ. എൻ്റെ ചെവികൾക്ക് കുളിരുണ്ടാകുന്ന തരത്തിൽ ആ കഥ പറയുക. നെഞ്ചം തെളിഞ്ഞു കുറുക്കി കൊഴുത്ത പാൽ പഞ്ചതാരപ്പൊടി കൂട്ടിക്കുഴമ്പാക്കി. മനസ്സു തെളിഞ്ഞ് കുറുക്കി കൊഴുത്ത പാല് പഞ്ചസാരപ്പൊടിയെല്ലാം കൂട്ടിക്കുഴമ്പാക്കി. നല്ല കദളിപ്പഴങ്ങൾ തിരഞ്ഞു ഞാൻ മെല്ലത്തിരുമി ഉടച്ചു തേനും വീഴ്ത്തി. നല്ല കദളിപ്പഴങ്ങൾ, അതിൽ നല്ല കദളിപ്പഴം നോക്കി തിരഞ്ഞു ഉടച്ച് മെല്ലെ തിരുമി ഉടച്ച് അതിൽ തേനൊക്കെ വീഴ്ത്തി. വെള്ളവും ശർക്കരയും പൊടിച്ചിട്ടതിൽ വെള്ളിത്തളികയിൽ മേളിച്ചു വെവ്വേറെ. ആ വെള്ളിത്തളികയിൽ അതിനെ സമ്മേളിപ്പിച്ചിട്ട് വെവ്വേറെയായിട്ട് വെച്ചിരിക്കുന്നതെടുത്തു ഭുജിച്ചാലും ഇച്ഛയാകുന്നതു ദാഹമുണ്ടെങ്കിലോ. ദാഹം വല്ലതും ഉണ്ടെങ്കിൽ, ഇത് കഴിച്ച ശേഷം ദാഹം വല്ലതും ഉണ്ടെങ്കിൽ നീലക്കരിമ്പിൻ്റെ ചാറും ഇളനീരും പാലും മധുവും കുടിച്ചാലും ആവോളം. നീലക്കരിമ്പിൻ്റെ ചാറ്, ഇളനീര്, പാല്, തേൻ ഇവയെല്ലാം കുടിച്ച് ആവോളം എന്ന് തത്തയോട് പറയുന്ന ഭാഗമാണ് ആദ്യ ഭാഗം. ഇനി കഥയിലേക്ക് കടക്കുകയാണ്. ഭീഷ്മസമാനൻ അരിനിവഹത്തിന് ഭീഷ്മർ ശരശയനത്തിന്മേൽ വീണാനേ. ശക്തമായ പാണ്ഡവസേനയോട് ഏറ്റുമുട്ടി കൗരവപക്ഷത്തുള്ള ഭീഷ്മ പിതാമഹൻ ശരമേറ്റ് പതിച്ചു. ശരശയനത്തിൽ, ശരശയ്യയിൽ കിടക്കുകയാണ്. സ്വച്ഛന്ത മൃത്യു ലഭിച്ചിട്ടുള്ള ഭീഷ്മർ അദ്ദേഹം ഇതാ ശരശയ്യയിൽ കിടക്കുകയാണ്. തനിക്കിഷ്ടമുള്ളപ്പോൾ മാത്രം മരിക്കാനുള്ള വിധി ലഭിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം. മഹാരഥനാണ്. അനേകം പടയാളികളെ ഒരുമിച്ച് വീഴ്ത്താൻ കഴിവുള്ള ആളാണ്. എങ്കിലും ആ പാണ്ഡവരോട് ഏറ്റുമുട്ടി വിജയിക്കാനായില്ല. ഒരുപക്ഷെ ഉള്ളുകൊണ്ട് പാണ്ഡവരെ ഇഷ്ടപ്പെടുന്നയാളാണ് ഭീഷ്മരും.
ഭീഷ്മസമാനനരിനിഭകത്തിന് ഭീഷ്മർ ശരശയനത്തിന്മേൽ വീണാരെ തോറ്റ സുയോധനാദികളാകിയ 100 പേരൊന്നൊന്നു ചെയ്തതു ചൊല്ലു നീ. തോറ്റ സുയോധനൻ ദുര്യോധനൻ, എല്ലാ ദുര്യോഗങ്ങളും വന്നു ചേർന്നിട്ടുള്ള ദുര്യോധനൻ, കൗരവ ജ്യേഷ്ഠൻ, കൗരവരിൽ മൂത്തയാൾ, അവർ ഒന്നൊന്നായി തോറ്റതും ഒന്നൊന്നായി ചെയ്ത കാര്യങ്ങളും ഒന്ന് പറഞ്ഞാലും ചൊല്ലുവാൻ ആവതില്ല, എങ്കിലും ഒട്ടൊട്ടു ചൊല്ലുന്നതുണ്ടു കനക്കച്ചുരുക്കി ഞാൻ. ചൊല്ലാനാകുന്നില്ല, അത്രയ്ക്ക് ദയനീയമായ പരാജയങ്ങളാണ്. എങ്കിലും ചുരുക്കി പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്, എങ്കിലും ചുരുക്കി പറയാം എന്ന് ആ കഥ പറയുകയാണ്. വൻപനാം കർണനോട് ആശുസുയോധനൻ അൻപോടു സേനാപതിയാക നീയെന്നാൽ. വൻപനായ കരുത്തനായ പാണ്ഡവപക്ഷത്ത് നിൽക്കേണ്ടവനായിരുന്ന, കൗരവപക്ഷത്ത് വിധി കൊണ്ടെത്തിച്ച പാണ്ഡവരിൽ ജ്യേഷ്ഠനായ ആ കർണൻ, വിധി കൗരവപക്ഷത്ത് എത്തിക്കപ്പെട്ട ആ കർണനോട് ദുര്യോധനൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായി വിധി ഒരുക്കി നിർത്തിയിരിക്കുന്ന ആ കർണനോട് സ്നേഹത്തോടെ ദുര്യോധനൻ പറഞ്ഞു, നീ സേനാപതിയാകാൻ. വൻപനാം കർണനോട് ആശു പെട്ടെന്ന് സുയോധനൻ അൻപോട് സേനാപതിയാക നീ എന്നാൽ. കർണനും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ. അത് കേട്ടിട്ട് ഞാൻ ഉടനെ ആവാന്ന് പറയാനല്ല ചെയ്തത്, ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കളിയാക്കിക്കൊണ്ടല്ല, സ്നേഹം നിറഞ്ഞ ഒരു ചിരി ആ മുഖത്ത് പ്രകടമായി ദുര്യോധനോടുള്ള. കർണനും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ. കർണസുഖം ഞാൻ പറകയില്ലാരോടും. മറ്റുള്ളവർക്ക് സുഖം ലഭിക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യവും കള്ളം പറയില്ല. മറ്റൊരാൾക്ക് സുഖം കിട്ടാൻ വേണ്ടി സത്യം മറച്ചു വച്ചുകൊണ്ട് ഒരു കള്ളവും ഞാൻ പറയില്ല. പറയാം. കർണനും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ. കർണസുഖം ഞാൻ പറകയില്ലാരോടും. ദ്രോണരാം ആചാര്യൻ താനിരിക്കെയെന്ത് മാനിച്ചു മറ്റുള്ളൂ നിർത്തുന്നിതുപട. കൗരവർക്കും പാണ്ഡവർക്കും ഒരേപോലെ പരമപ്രാധാന്യത്തോടെ കാണുന്ന ഗുരുശ്രേഷ്ഠനായ ദ്രോണാചാര്യർ ഉണ്ട ചോറിന് ഉചിതം കാട്ടാൻ വേണ്ടി കൗരവപക്ഷത്ത് നിൽക്കേണ്ടി വന്നു. ഉള്ളുകൊണ്ട് പാണ്ഡവപക്ഷത്തോട് ഇഷ്ടമുണ്ടെങ്കിലും കൗരവപക്ഷത്ത് നിൽക്കാതെ പറ്റില്ല എന്ന് തോന്നിയിട്ട് ഉണ്ട ചോറിന് ഉചിതം കാട്ടാൻ വേണ്ടി അദ്ദേഹം കൗരവപക്ഷത്തിലേക്കാണ്. അദ്ദേഹത്തെ ജയിക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല. അദ്ദേഹത്തെ അടുത്ത സേനാപതിയാക്കാൻ കർണൻ പറഞ്ഞു. ദുര്യോധനാദികൾക്കും പാണ്ഡവർക്കും എല്ലാം ഗുരുനാഥനാണ്, പക്ഷെ കർണനല്ല. എങ്കിൽ തന്നെ ദ്രോണരാം ആചാര്യൻ താനിരിക്കെ എന്തു മാനിച്ചു മറ്റുള്ളോർ നിർത്തുന്നിതൂപ്പട. ആ സൈന്യത്തെ ദ്രോണരുള്ളപ്പോൾ മറ്റൊരാളെ കീഴിൽ നിർത്തുന്നത് ശരിയല്ല. പ്രത്യേകിച്ച് താൻ നിൽക്കില്ല. ദ്രോണർ നിൽക്കുന്ന സമയത്ത് ദ്രോണരെ മാറ്റി നിർത്തിക്കൊണ്ട് സേനാപതിയായി ഒരിക്കലും കർണൻ മാറില്ല എന്ന് കർണൻ പറയുകയാണ്. മന്നവ കേൾക്ക ഭരദ്വാജ നന്ദനൻ ഇന്നുള്ള യോദ്ധാക്കളിൽ പ്രബലാധിപൻ. അല്ലയോ മന്നവ, അല്ലയോ രാജാവേ, കേൾക്കുക. ഭരദ്വാജപുത്രനായ ദ്രോണാചാര്യരാണ് ഇന്നുള്ള യോദ്ധാക്കളിൽ ഏറ്റവും പ്രബലൻ. ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും പ്രബലൻ അദ്ദേഹമാണ്. യുദ്ധസന്നദ്ധനാകാൻ യോഗ്യനായ ആൾ അദ്ദേഹമാണ്.